ബിന്ദു ചേട്ടാ, ഇപ്പൊ നമ്മുടെ ഡോക്ടർ സൈമൺസ് അക്കാദമി എന്ത് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ നേരിടുന്നത്? ഇപ്പോൾ യൂണിവേഴ്സിറ്റി അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഏറ്റവും കൂടുതൽ പാരൻസ് എൻക്വയറി ചെയ്യുന്ന സംഭവം അല്ലേ? ഒത്തിരി ക്വസ്റ്റ്യൻസിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യണത്, എപ്പോഴാണ് അപ്ലൈ ചെയ്യണത്? പല കോഴ്സുകൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മെഡിസിന് നേരത്തെ അപ്ലൈ ചെയ്യണം, ബാക്കി കോഴ്സുകൾക്ക് പിന്നീട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആളുകൾക്കൊക്കെ ഒരു കൺഫ്യൂഷനാണ്, എല്ലാത്തിനും നേരത്തെ അപ്ലൈ ചെയ്യണോ അതോ അതിന് മാത്രം അപ്ലൈ ചെയ്താൽ മതിയോ? അങ്ങനെ ഒരു ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി പ്രൊസീജിയേഴ്സ് നടക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ അടുത്ത്. ഓക്കെ, യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ നടക്കുന്നത് യുകാസ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ വഴിയായിട്ടാണ്. അപ്പോൾ മെഡിസിൻ, ഡെൻറ്റിസ്ട്രി, വെറ്റ് ഇത് കോഴ്സുകൾക്ക് യൂഷ്വലി ഒക്ടോബർ 15 പിന്നെ ഏത് കോഴ്സിന് അപ്ലൈ ചെയ്താലും ഓക്സ്ബ്രിഡ്ജ് ആണെങ്കിൽ, ഓക്സ്ഫോർഡോ കേംബ്രിഡ്ജോ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഒക്ടോബർ 15 അപ്ലൈ ചെയ്യണം. മറ്റുള്ള എല്ലാ കോഴ്സുകൾക്കും ജനുവരി 31 വരെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ജനുവരി 31 വരെ ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും പറയില്ലേ, ഏർലി ബേർഡ് ക്യാച്ചസ് ദ പ്രേ. അപ്പോൾ എത്രയും നേരത്തെ അപ്ലൈ ചെയ്യണോ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലൊക്കെ പല എൻട്രൻസ് എക്സാംസ് നടക്കുന്നുണ്ട്. പലപ്പോഴും പലരും മെഡിസിൻ എൻട്രൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, യുകാറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ലോക്ക് ഒരു എൻട്രൻസ് ഉണ്ട്, എൽനാറ്റ് കേട്ടിട്ടുണ്ടോ? എൽനാറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് ഉണ്ട്, മാത്സിനുണ്ട്, മാറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് ഉണ്ട്, ദെൻ ഫിസിക്സിന് ഓക്സ്ബ്രിഡ്ജിന് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ സെറ്റ് പല എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പോൾ എൻട്രൻസിൻ്റെ എക്സാമിൻ്റെ റിസൾട്ടും കൂടി നോക്കിയിട്ടാണ് അഡ്മിഷൻ ക്രൈറ്റീരിയാസ് പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ജനുവരി 31 പൂർത്തിയാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുന്നു. ഇതിനുശേഷം ചില കോഴ്സുകൾക്ക് ഇൻ്റർവ്യൂസ് ഉണ്ട്, ഇൻ്റർവ്യൂസിന് വിളിക്കും. അതിനുശേഷം ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ എന്ന് പറയും, കണ്ടീഷൻ ഓഫ് ലെറ്റർ കിട്ടും. അപ്പോൾ കണ്ടീഷൻ ഓഫ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ നമ്മുടെ എൻട്രൻസ് എക്സാം റിസൾട്ട്, നമ്മുടെ എ ലെവൽ പ്രെഡിക്റ്റഡ് സ്കോറ്, GCSE സ്കോറ്, പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ്, വോളണ്ടറി എക്സ്പീരിയൻസ്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് കണ്ടീഷൻ ഓഫ് ലെറ്റർ തരുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇഫ് യു ഗെറ്റ് സച്ച് ആൻഡ് സച്ച് ഗ്രേഡ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ AAA കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഈ പ്ലേസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യും. അതൊരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് തരത്തില്ല. അതാണ്. അപ്പോൾ ബേസിക്കലി നമുക്കൊരു മാർച്ച്, ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും യൂഷ്വലി കണ്ടീഷൻ ഓഫ് ലെറ്റർ കിട്ടാറുണ്ട്. എന്നാൽ ആക്ച്വലി എക്സാമിന് മുമ്പാണ്. എക്സാം നടക്കുന്നത് മെയ്, ജൂണിലാണ്, റിസൾട്ട് വരുന്നത് ഓഗസ്റ്റിലാണ്. അപ്പോൾ ഓഗസ്റ്റിൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ ആ കണ്ടീഷൻ ഓഫ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. രണ്ട് എക്സ്ട്രീമാണ്. മിക്കവാറും കുട്ടികൾക്ക്, പ്രിപ്പയർഡായ കുട്ടികൾക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ട്, കാരണം ഒരു പ്ലേസ് ഓൾറെഡി അവർക്ക് ഓഫേർഡാണ്. അപ്പോൾ അതൊന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ക്രൈറ്റീരിയാസ് ഒന്നും മീറ്റ് ചെയ്തില്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് അത് ഡിക്ലൈൻ ചെയ്യും അവരുടെ ഓഫർ. അത് വല്ലാത്ത കഷ്ടമാണല്ലേ പിള്ളേരെ. അപ്പോൾ എന്ത് ചെയ്യും പിള്ളേർ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു ക്ലിയറിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഓക്കെ, ക്ലിയറിംഗ് അവർ ഓപ്പൺ ആക്കും. അപ്പോൾ എക്സാം വരുന്ന ദിവസം തന്നെ നമുക്ക് അവർക്കടെ വേക്കൻ്റ് ആയിട്ടുള്ള ഫില്ലാവാത്ത പൊസിഷൻസിലോട്ടുള്ള ഇതൊക്കെ അവർ ഡിസ്ക്ലോസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫാർമസി ആണെന്നിരിക്കട്ടെ, ഫാർമസി അപ്പോൾ ബേസിക്കലി ഇപ്പോൾ യൂണിവേഴ്സിറ്റി മാഞ്ചസ്റ്ററിൽ അവർ പറയും ഓക്കെ 1 or 2 സീറ്റ്സ് ഉണ്ടെന്ന് പറയും. അപ്പോൾ യൂഷ്വലി ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസിലാണ് ഏറ്റവും ആദ്യം തന്നെ വിളിക്കുക. അവർ പറയുക ഓക്കെ ഞങ്ങൾക്ക് ഇന്ന ഗ്രേഡ്സും ഉണ്ട്, എനിക്ക് വേറെ ഒന്നുമില്ല. ബേസിക്കലി ക്ലിയറിംഗ് എന്നുള്ള 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓക്കെ നമുക്ക് ഓഫേഴ്സ് ഒന്നും കിട്ടിയില്ല, ഒക്കെ നമുക്ക് ക്ലിയറിങ്ങിന് എലിജിബിലിറ്റി ഉണ്ട്, പക്ഷേ നമുക്ക് പ്രെഡിക്റ്റഡ് സ്കോർ കുറവായിരുന്നു. അപ്പോൾ നമുക്ക് ബേസിക്കലി നമ്മുടെ ഒരു ആസ്പിറേഷനായിട്ടുള്ള ഡ്രീം യൂണിവേഴ്സിറ്റിയിൽ പോകാൻ പറ്റില്ല എന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഡ്രീം യൂണിവേഴ്സിറ്റി ഇപ്പോൾ UCL ആണ്. UCL പോകാൻ പറ്റിയില്ല. അപ്പോൾ UCL പോകാൻ പറ്റിയില്ലെങ്കിൽ ബേസിക്കലി ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചും കൂടി താഴ്ന്നൊരു യൂണിവേഴ്സിറ്റിയിൽ വെച്ചത്. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് വന്ന ദിവസം കുറച്ചും കൂടി റിസൾട്ട് വന്നു, നല്ല റിസൾട്ട് വന്നു. അപ്പോൾ നമുക്ക് ക്ലിയറിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ഓഫർ നമ്മൾ റിജക്റ്റ് ചെയ്യണം. കാരണം ക്ലിയറിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഓഫേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. റിജക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ക്ലിയറിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് UCLനെ വിളിക്കുക, അതെ എനിക്ക് ഈ പ്ലേസ് എനിക്ക് ഉണ്ട്, എനിക്ക് എലിജിബിലിറ്റി ഉണ്ടോ. യൂഷ്വലി UCLും MBAയിൽ ഓക്സ്ബ്രിഡ്ജ് ഒന്നും ടേക്ക് പാർട്ട് ചെയ്യാറില്ല. അത് വലിയൊരു ക്രൈറ്റീരിയ തന്നെയാണ്, പക്ഷേ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്ലിയറിംഗ് എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ വൈകി അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക്, ചിലപ്പോൾ ആ ഡെഡ് ലൈൻ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്കും ക്ലിയറിംഗ് എന്നുള്ള ഓപ്ഷന് എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച്
ഈ സമയത്ത് നന്നായിട്ട് തയ്യാറെടുപ്പോട് കൂടി തന്നെ കുട്ടികൾ യൂണിവേഴ്സിറ്റി അഡ്മിഷന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ യുകാസ് എന്ന വെബ്സൈറ്റിൽ കൂടെയാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. എൻട്രൻസ് എക്സാംസ് ഉണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ ഡോക്ടർ സൈമൺസ് അക്കാഡമി ഓഫ് സയൻസിനെ കോൺടാക്ട് ചെയ്യാം. നമ്മളോട് ചില എന്ത് ഇൻഫർമേഷൻ കിട്ടും. അതെ.